ബബ്ബ ട്രെയിലർ ഡീകോഡിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീകോഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിലർ കാണിക്കുന്നത് നമ്മുടെ ദിലീപേട്ടനാണെങ്കിൽ പോലീസുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഒരു CBI ഓഫീസർക്ക് അയച്ച ആ ഒരു കാസറ്റ് സന്ദേശമാണ്. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് ഈ നാട്ടിലാണ് മുക്കിലും മൂലയിലും എൻ്റെ പടമാണ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും, അവിടുത്തെ സിറ്റുവേഷനിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി അപ്പോൾ ഒരു പിടികിട്ടാ പുള്ളിയാണ്, പുള്ളിക്കാരനെ മിസ്സിങ് ആണെന്ന് പറഞ്ഞുള്ള രീതിക്ക് ആ സ്ഥലത്ത് മൊത്തം ആ സ്ഥലം മൊത്തമാണെങ്കിൽ അവർ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ദിലീപേട്ടൻ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ലുക്കിലാണ് കാണിക്കുന്നത്. ഒരു പാർട്ടിയിലൊക്കെ ഉള്ള ഒരാളെ പോലെയാണ് കാണിക്കുന്നത്. അന്നേരം തന്നെ ആണെങ്കിൽ ആ ഒരു പാർട്ടിയിലുള്ള ആൾക്കാരുമായിട്ട് പുള്ളി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ അവരുടെ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലാണ് പിന്നെ ഒരു ഫൈറ്റിലേക്ക് പോകുന്നത് കാണിക്കുന്നത്. അതിലൊരു സംഭവമുണ്ട്. ഈ പാർട്ടിയിലെന്ന് പറയുമ്പം നമ്മുടെ ബൈജു ചേട്ടനാണെങ്കിൽ ഈ സിനിമയിലാണെങ്കിൽ ഒരു ലീഡർ, ഒരു പാർട്ടിയുടെ ഒരു ലീഡറായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടി കേന്ദ്രീകരിച്ചുള്ള ഒരു പുള്ളി ബൈജു ചേട്ടൻ ഈ സിനിമയുടെ വില്ലനായിട്ട് വരാൻ നല്ല സാധ്യത കൂടുതലാണ്. കാരണം ദിലീപാണെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ദിലീപ് ആരാണെന്ന് അറിയാതാണ് ഇവർ ദിലീപിൻ്റെ കൂട്ടത്തിൽ കൂടുന്നത്. ദിലീപ് അവരുടെ കൂടെ നിന്നിട്ട് ആ ഒരു സമ്മേളനം നടക്കുന്ന ആ ഒരു സ്ഥലത്ത് എന്തോ ഒരു കാര്യം ഒപ്പിക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെ ഒരു ഫയർഫോഴ്സിൽ ടീസറിനകത്ത് ദിലീപേട്ടൻ്റെ കൈ ഇങ്ങനെ വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദിലീപേട്ടൻ അവിടെ എന്തോ ഒരു സംഭവം ഒപ്പിക്കും. അത് ഒപ്പിച്ചതിന് ശേഷമാണ് ഈ നമ്മുടെ CBI ആയിട്ടുള്ള വിനീത് ശ്രീനിവാസനാണെങ്കിലും ബാക്കി പോലീസുകാർക്കൊക്കെ മനസ്സിലാകുന്നത് ദിലീപാണ്, ഇവിടെ ആണെങ്കിൽ ഇന്ന ആൾ ദിലീപാണെന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പുള്ളിക്കാരനെ ആണെങ്കിൽ അവർ പിടിക്കാൻ പോകുമ്പോഴാണ് പുള്ളിയാണെങ്കിൽ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബൈജു ചേട്ടൻ്റെ ആ ഒരു അംബാസഡർ കാർ മേളിലാണെങ്കിൽ സൈറം വെച്ച അംബാസഡർ കാർ എടുത്തുകൊണ്ട് പുള്ളിയാണെങ്കിൽ സ്ഥലം വിടുന്നതായിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കണ്ണ് കാണാത്ത ഒരു അന്ധനാണ്. ഈ അന്ധന്മാരയിലൊക്കെ ഒരു വടി കാണും, അവരിങ്ങനെ തപ്പിപ്പിടിച്ചിങ്ങനെ നടക്കുന്ന പോലത്തെ ഒരു വടിയാണ്. ആ വടിയിൽ നിന്ന് ആ ഒരാളിങ്ങനെ ഒരു വാൾ വരുന്നതായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൂർച്ചുള്ളൊരു സാധനം വരുന്നതായിട്ട്. അത് കഴിഞ്ഞുള്ള ഷോട്ടിലാണെങ്കിൽ കാണിക്കുന്നത് ദിലീപേട്ടനാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് പോലീസുകാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ആൻഡ് ബ്ലൈറ്റ് ഒക്കെ എല്ലാവരും ഒന്ന് ആലോചിച്ച് വെച്ചോണം. ഇത് ഫുള്ള് ക്ലൈമാക്സ് പോർഷനിലുള്ള സാധനമായിരിക്കും. കാരണം ആ ഒരു സെറ്റപ്പ് ഞാൻ അത് പിന്നീട് പറയാം ഇതിൻ്റെ സംഭവം. അപ്പം ഈ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൾ വരുന്ന ആ ഒരു അന്ധനായിട്ടുള്ള പുള്ളി തന്നെയാണ് ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ ദിലീപേട്ടൻ ഒരു പോലീസുകാരനെ തൊഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചില്ല് പൊട്ടിച്ച് ഒരാളിങ്ങനെ വീടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പിടിച്ചോണ്ട് നിന്ന് ആ ഒരു അന്ധൻ തന്നെയാണ് ആ വീടുന്നതായിട്ട് കാണിക്കുന്നത്. പിന്നെ ഇത് കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ റെഡിൻ കിങ്സ്ലി എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയിൽ ഒരു കോമഡി നടനെ കാണിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ എല്ലാവർക്കും കേരളത്തിലുള്ളവർക്കൊന്നും വലിയ വിലയില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ പുച്ഛിക്കാൻ പാടില്ല. കാരണം അയാൾ ഡോക്ടർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കോമഡി ചെയ്തിട്ടുണ്ട്. ഒരേ രീതിക്ക് അഭിനയമാണെങ്കിലും നല്ലൊരു ഡയറക്ടറിനെ കിട്ടിയ പുള്ളിയെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്യുന്നത് റിയാക്ഷൻ ചെയ്യുമ്പോഴും പുള്ളിയുടെ വരുമ്പോൾ പുള്ളിയെ കാണുമ്പോൾ ഒരു പുച്ഛത്തിലുള്ള രീതിക്ക് കാണിക്കുന്നത് ഞാൻ കണ്ടു. അതത്ര നല്ലതൊന്നുമല്ല. പിന്നെ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എങ്ങനെ ആലോചിച്ചാലും ഫ്ലാഷ് ബാക്ക് ആയിട്ട് തന്നെ ഓർമ്മ വരുന്നതെന്ന് പറയുന്നുണ്ട്. പുള്ളിയുടെ ചിറിയുടെയൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ ചോരയാണ്. പുള്ളി ആരും ഇടിച്ച് പഞ്ചറാക്കിയിട്ട് പുള്ളിയുടെ ഒരു മൈൻഡ് കട്ടായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു സീനാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരൻ നിൽക്കുകയാണ് ഈ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ടായിരിക്കും. അത് ആ പുള്ളി അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത് എങ്ങനെ നോക്കിയാലും ഫ്ലാഷ് ബാക്ക് തന്നെയാണല്ലോ ഈ വരുന്നതെന്നുള്ള രീതിക്ക്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെല്ലാവരും കൊച്ചിലത്തെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സിനിമ CID മൂസ എന്ന് പറയുന്ന ദിലീപേട്ടൻ എവർഗ്രീൻ സിനിമയിലെ ആ ഒരു കാറാണ് കാണിക്കുന്നത്. നമ്പർ വരെയാണ് ഈ കൃത്യം ആ ഒരു കാറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു നമ്പർ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് വെച്ചോണം, ഈ സിനിമയിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ള മൂമെൻറ്റ്സിൽ ഇതും ഒരു കാരണമായിരിക്കും. കാരണം ഈ കാറ് വെച്ച് CID മൂസ കാർ എന്താണെന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് അറിയാം, നമ്മൾ മറന്നിട്ടുമില്ല. അത് വെച്ചുള്ള എന്തെങ്കിലും ഒരു പരിപാടി പോലീസുകാർക്കിട്ട് പണി കൊടുക്കുന്ന പോലെ ഒരു സീൻ വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ ബ്ലാസ്റ്റാണ്. അപ്പം ആ ഒരു കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ദിലീപേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ കലക്കും എന്നുള്ളൊരു ഡയലോഗ് ആ ബ്ലാക്ക് ഷർട്ടും ആ ഒരു ബ്ലാക്ക് കയ്യിൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതിലാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം അതൊരു ക്ലൈമാക്സ് പോർഷനിലോട്ട് പോകുന്നതിൻ്റെ ഒരു സീനാണ്. ആ ഫൈറ്റ് സീന് മുമ്പ് പുള്ളിക്ക് എന്തോ ഒരു ഐറ്റം കിട്ടി, ഒരു സംഭവം കിട്ടി ഒന്ന് പൊട്ടിക്കാനായിട്ട്. ആ ഒരു സാധനം കിട്ടുമ്പോഴാണ് പുള്ളിയാണെങ്കിൽ പോലീസിന് മുന്നിൽ പ്രതീക്ഷപ്പെടുന്നതും ആ ഒരു കയ്യിലൊക്കെ ഇങ്ങനെ ഉടുക്കുന്നതായിട്ടുള്ളൊരു ബാക്ക് ഷോട്ടൊക്കെ നമ്മൾ കാണുക, ഫ്രണ്ടിൽ ഒത്തിരി പോലീസ് ജീപ്പൊക്കെ കിടക്കുന്നതിൽ കാണിച്ചത്. അപ്പം പുള്ളി അത്തരം ധൈര്യത്തോട് വരണമെങ്കിൽ പുള്ളിക്ക് എന്തോ ഒരു പവർ, എന്തോ ഒരു സാധനം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റിയാസ് ഖാനാണ്. ചുമ്മാ തൂക്കി അടിയണ്ണ എന്ന് പറയുന്ന ഒരു സാധനമാണ്, അടിച്ചു കയറി വാ, ആ ഒരു സാധനത്തിൻ്റെ വേറൊരു സാധനമാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ലുക്കും പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു DJ പരിപാടി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു സാധനമാണ് ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ റൗണ്ട് കാണിക്കുന്നുണ്ട്. ആ റൗണ്ട് ആണെങ്കിൽ അങ്ങോട്ട് തിരിച്ച് അതിൻ്റെ ലൈറ്റ്സ് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത
അടുത്ത ഒരു സീൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ പോലീസുകാരെ എടുത്തിട്ട് ആ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സിൽ എടുത്തിട്ട് ഇടിക്കുന്നതാണ്. അപ്പം അതിനർത്ഥം ആ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ദിലീപേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ലൈറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു DJ പരിപാടി, ആ ഒരു സാധനം പുള്ളി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഓപ്പറേറ്റ് ചെയ്യുമ്പം ഇടുന്ന പാട്ട് സോന സോന പാട്ടാകാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ആ ഒരു പാട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്ലൈമാക്സ് ഫൈറ്റിനോടുകൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ പവർ കൂടും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്ലേസിംഗ് ആണ് നടന്നിരിക്കുന്നത്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പിന്നെയും റെഫറൻസുകളുടെ ഒരു മേള തന്നെയാണ്. അടുത്ത സീനിൻ്റെ അങ്ങോട്ട് പിന്നെ ഫുള്ള് റെഫറൻസുകളാണ്. നമ്മുടെ മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, അതും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം വിനീത് ശ്രീനിവാസൻ നായകനായിട്ടും മുകുന്ദനുണ്ണി അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ട് മുകുന്ദനുണ്ണിമാരും തമ്മിലിരിക്കുമ്പോൾ ഞാനാണ് ഒറിജിനൽ മുകുന്ദനുണ്ണി എന്ന് പറഞ്ഞിട്ട് ആ ഐക്കോണിക്കായിട്ടുള്ള ആ ഒരു സോഡ കുട്ടിക്കൽ സീന് നമ്മൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ദിലീപിൻ്റെ ക്യാരക്ടർ ഒരു അബദ്ധത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോഴാണ് മീശമാധവനകത്താണെങ്കിൽ നമ്മുടെ സലീമേട്ടൻ വന്ന് രക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു ദിലീപിൻ്റെ ക്യാരക്ടറിനെ ഇവർ പിടിക്കുമ്പോൾ പൂട്ടുമ്പോൾ ഈ പുള്ളിയാണെങ്കിൽ വന്ന് രക്ഷിച്ച് എന്തോ സംഭവം പറഞ്ഞ് ആ സോഡ പൊട്ടിച്ച് കുടിച്ചിട്ട് പുള്ളിയെ ഇറക്കിക്കൊണ്ട് പോകുന്ന പോലത്തെ ഒരു സീനായിരിക്കും. എന്തായാലും ഒരു റെഫറൻസ് ഒക്കെ ഉള്ള ഒരു കിട്ടിലെ ഒരു ദിലീപിൻ്റെ ഒരു GVU ടൈപ്പ് പടമായിരിക്കും ഇതെന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും വേണ്ട. അപ്പം ഈ ഒരു സീനും നമുക്ക് അങ്ങനെ ഒരു കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനും ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു വോയിസ് ഓവർ വരുന്നതാണ്. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം എന്ന് ഒരു സാധാരണക്കാരൻ ഇങ്ങനെ പറയുന്നൊരു സാധനമാണ് വരുന്നത്. അന്നേരം ശരിക്കും നമ്മുടെ ഈ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും തമ്മിലൊരു ക്ലാഷ് കാണും. ദിലീപ് ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് ഞാനായിരിക്കും തമ്മിലൊരു ക്ലാഷ് ഈ ഒരു പടത്തിൽ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മണിയമ്പിള്ള രാജുചേട്ടനാണ് പറയുന്നത് ആരാണ് ഈ സാധാരണക്കാരൻ. പുള്ളിക്കാരൻ്റെ ആ ഒരു സ്ലാങ്ങും പുള്ളി വക്കീലുമാണ്. ഒന്നും ആലോചിച്ചോളും, പുള്ളി വക്കീലുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മമ്മൂക്ക നായകനായിട്ടുള്ള രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും പുള്ളി വക്കീലാണ്. അപ്പോൾ പുള്ളി നമ്മുടെ സലീംകുമാറായിട്ടാണെങ്കിൽ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയായിട്ട് വരുന്ന പോലെ തന്നെ മണിയമ്പിള്ള രാജുചേട്ടനാണെങ്കിൽ അതേ കഥാപാത്രമായിട്ട് ഈ പടത്തിൽ വരുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം കറക്റ്റ് രാജമാണിക്യത്തിലാണെങ്കിൽ ഇതുപോലൊരു സീനുണ്ട്. പുള്ളിയാണെങ്കിൽ ആ പേപ്പർ ഇങ്ങനെ വായിക്കുമ്പോൾ മമ്മൂട്ടി ആരാണെന്നുള്ളത് ഇങ്ങനെ പറയുന്ന പോലത്തെ ഒരു സംഭവം. പുള്ളി അതേ ഒരു സ്ലാങ് ആണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പം പുള്ളി ആ ഒരു ക്യാരക്ടറാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞ് നമ്മുടെ ദേവ്ജിയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്, അതിപ്പം പറയാൻ കഴിയില്ല. ആ ഒരു ഡയലോഗാണ് കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ അശോകൻ ചേട്ടൻ്റെ ആ ഒരു ചിരിയും അതും ഐക്കോണിക്കാണ്. പിന്നെ കാണിക്കുന്നത് ഈ ഒരു ജനങ്ങൾക്കാണെങ്കിൽ നീ വേണം, നീ ഇല്ലെങ്കിലാണെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നൊരു സംഭവങ്ങൾ ഇങ്ങനെ ദിലീപേട്ടൻ അവിടെ ആവശ്യമാണെന്നുള്ള സംഭവം പറയുന്ന രീതിക്കത്തെ ഒരു ഡയലോഗ് വരുന്നുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം പറയാം. കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പം ദിലീപേട്ടനാണെങ്കിൽ ഇങ്ങനെ കൈ പൊക്കുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബൈജു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എന്തോ ഭയങ്കരമായിട്ട് അഴിമതി എന്തൊക്കെയോ സംഭവം കാണിക്കുന്നതിൽ നിന്ന് പണി കിട്ടുന്ന ഒരു ക്യാരക്ടറായിരിക്കും നമ്മുടെ ദിലീപേട്ടൻ്റെ ഗ്യാങ്ങിലുള്ള ആൾക്കാർക്കും. അപ്പോൾ ആ ഒരു ബൈജുവിനെ ആരാണ് ഈ ഇവരെ കറക്കാൻ പോകുന്നത്, അല്ലെ അവർക്കിട്ട് ഭയങ്കരമായിട്ട് ഒരു പണി കൊടുക്കാൻ പോകുന്നത് ആരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അതിന് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോൾ ദിലീപേട്ടൻ കൈ ഉയർത്തുന്നതായിട്ടായിരിക്കും ആ ഒരു സീൻ. അത് നമുക്ക് KGF ഒരു റെഫറൻസ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ആ ഒരു അത്രയിലൊരു സാധനമായിരിക്കും മിക്കവാറും. പിന്നെ അതുപോലെ തന്നെ അടുത്ത നിൽക്കുന്ന ആളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്, ദിലീപേട്ടനാണോ കൈ ഉയർത്തിയത് എന്നുള്ള രീതിക്ക്. അപ്പം പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ ഇച്ചിരി ഒരു സംഭവമായിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും. എന്തായാലും ഈ ഒരു സംഭവം ഈ ഒരു പടത്തിലാണെങ്കിൽ ഇച്ചിരി ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമായിരിക്കും. അതേപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ആണെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഫേസ് ഇങ്ങനെ ബാലു വർഗീസിൻ്റെ ഒക്കെ ഫേസൊക്കെ ഇങ്ങനെ ക്ലോസപ്പ് വെക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തോ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ അനുഭവിച്ച് വന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സംഭവം കാണുമ്പോൾ മനസ്സിലായത്. പിന്നെ ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ദിലീപേട്ടനാണെങ്കിൽ ആ ഒരു പാർട്ടിക്കാരനായിട്ട് വന്ന് അവരുടെ കൂടെ നിന്ന് എന്തോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പുള്ളി അവിടുന്ന് ഒരു പണി കൊടുത്തിട്ട് മുങ്ങുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊരു സംഭവമുണ്ട്, ദിലീപേട്ട ചായ കുടിച്ചുകൊണ്ട് വന്നിട്ട് എന്തോ പറയുന്നതോ അല്ലെ ആരെയോ മാത്രം ശ്രദ്ധിച്ചിട്ടാണ് പുള്ളി ചായ കുടിച്ചിട്ട് അതുപോലെ തന്നെ ആ ചായ എടുത്ത് പോക്കറ്റിലോട്ട് വെക്കും. പുള്ളി അതപ്പോൾ അത്രത്തോളം അങ്ങോട്ടൊരു ശ്രദ്ധ കൊടുത്ത് അവരെന്താ ചെയ്യുന്നത്, അവരെന്താ പറയുന്നതെന്ന് നോക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം അവിടെ സംഭവിച്ചത്. പിന്നെ ഇതുപോലെ തന്നെ ആണെങ്കിൽ ഈ ഒരു സീനിന് മുമ്പ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏതോ ഒരു ടീസറാണോ അതോ ഇതിന് ശേഷം വന്ന് ദിലീപേട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണോ എന്ന് അറിയത്തില്ല, അതോ ഇതാണോ എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. ദിലീപേട്ടൻ ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ തലയെ കുലുക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് ഇങ്ങനെ ഒരു കള്ളനോട്ടമൊക്കെ നോക്കിയിട്ട് പോകുന്ന സാധനമുണ്ട്. പുള്ളി ആ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് എന്തോ ഒരു സംഭവം ഒപ്പിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്, അതിനൊരു ഡൗട്ടും ഇല്ല. പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസനാണെങ്കിൽ ഇവനെ പൂട്ടണമെന്നുള്ള രീതിക്കകത്താണെങ്കിൽ ഞാൻ അലറുന്നൊരു സാധനമാണ് കാണിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ ശരിക്കും പറഞ്ഞാൽ പോലീസിനെ കൊണ്ട് പുറത്ത് മുട്ടിയതിന് ശേഷം CBI വിളിച്ച് ഈ ഒരു സംഭവം അന്വേഷിപ്പിച്ച് ഇവനെ പിടിക്കണമെന്നുള്ള സാധനത്തിൽ വരുന്നൊരു CBI കാരനായിരിക്കും നമ്മുടെ വിനീത് ശ്രീനിവാസൻ. പക്ഷേ പുള്ളി വന്നിട്ടും ദിലീപിനെ തൂക്കാനോ അല്ലെ ദിലീപിനെ
പൂട്ടാനോ സാധിക്കത്തില്ല. അന്നേരം പുള്ളിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സാധനമാണ് കാണിക്കുന്നത്. പുള്ളി നിൽക്കുന്നിടത്ത് ഫുള്ളും ദിലീപിൻ്റെ ഫോട്ടോ, ദിലീപിനെ ബേസ് ചെയ്തുള്ള ഫുള്ള് സാധനം, പുള്ളിയുടെ ലാപ്ടോപ്പിൽ വരെ ദിലീപിൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് നമുക്ക് ചില ഇതിനകത്ത് കാണാൻ സാധിക്കും. എന്തായാലും അങ്ങനെ ദിലീപേട്ടൻ ഇവരെല്ലാം ഇട്ടൊന്ന് കറക്കുന്ന ഒരു പരിപാടിയാണിത്. പിന്നെ കാണിക്കുന്നത് ദിലീപേട്ടനാണെങ്കിൽ ആ ഒരു കാസറ്റിലായിട്ട് അടുത്ത ഒരു സന്ദേശം അയക്കുന്നതാണ്. അപ്പം ലാസ്റ്റ് പറയുന്നൊരു വേർഡായിരിക്കും സട്ടം താൻ കടമേ സെയിം. അതിനു മുമ്പ് കുറേ ഡയലോഗ് കാണും. പക്ഷേ ഈ ഒരു ഡയലോഗ് ആണെങ്കിലും നമ്മുടെ വിജയുടെ പടത്തിലെ ഡയലോഗാണ്. ഈ പടത്തിൽ ഒത്തിരി വിജയ് റെഫറൻസ് ഉണ്ട്, അത് നമ്മൾ പറയാം. അപ്പോൾ ഈ സട്ടം താൻ കടമേ സെയിം എന്ന് പറയുന്ന ആ സംഭവം, അത് ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. നിയമം നിയമത്തിൻ്റെ രീതിക്ക് തന്നെ പോകും എന്നുള്ളൊരർത്ഥമാണ് അത് മലയാളത്തിൽ വരുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇത് പൊളിറ്റിക്കലി ഒരു കൂട്ടരെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദിലീപേട്ടനൊക്കെ എതിർക്കുന്ന ഒരു സംഭവമായിരിക്കും. അവർ കള്ളത്തരം പുറത്ത് കൊണ്ടുവരുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഈ ഒരു പടത്തിൽ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ബൈജു തന്നെ ആയിരിക്കും മിക്കവാറും ഈ പടത്തിൽ ഒരു വില്ലനായിട്ട് വരാൻ സാധ്യതയുള്ളത്. കാരണം അത് ഇച്ചിരി വലിയ പരിപാടിയാണ്. കാരണം അല്ലെങ്കിൽ അത്രയും വലിയൊരാളായിരിക്കും, ഒരു പാർട്ടിയിലുള്ള ഒരാളെ പുള്ളി ഇത്രയിട്ട് വട്ടം കറക്കുന്നതുകൊണ്ടായിരിക്കും പുള്ളിയുടെ പുറകിൽ ഇത്രത്തോളം പോലീസുകാരൊക്കെ പോകുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ദ റിയൽ OG, അതായത് ലാലേട്ടൻ്റെ ഇൻട്രോ ആണ് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട, ആ ഒരു തോളി ചരിഞ്ഞുള്ള വരവ് കാണുമ്പോഴറിയാം അത് ആരാ വരുന്നത്, ബാക്കി എന്നുള്ള ഒരു ഷോട്ട് അത് മാത്രം മതിയായിരുന്നു പുള്ളി ആരെന്ന് മനസ്സിലാക്കാനുണ്ട്. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു സംഭവമുണ്ട്, ലാലേട്ടൻ്റെ ഇൻട്രോ മുതലാണെങ്കിൽ ഒരു സോങ് വരുന്നുണ്ട്. ആ ഒരു സോങ്ങിൻ്റെ വരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചാൽ ലൈറ്റ് ഹൗസ്, അടിച്ചാൽ പവർ ഹൗസ്, അഴിഞ്ഞാടിയാൽ ഹൗസ്ഫുൾ എന്നാണ് ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രോ മുതൽ ബാക്ക്ഗ്രൗണ്ടിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു സോങ്. ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. കുറേ ആൾക്കാർ ഇത് മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്, ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ കാണിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അതൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ ഒരു സോങ് ആണ്. ആ സോങ് ആയിരിക്കാം ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് ദിലീപേട്ടനും ലാലേട്ടനും കൂടെ ഉള്ള ഒരു സോങ്, അല്ലെങ്കിൽ ഈ പടത്തിൽ എക്സ്ട്രാ ലാലേട്ടൻ്റെ ഇൻട്രോയ്ക്ക് മാത്രം ഒരു സോങ്, അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ ഇൻട്രോയ്ക്ക് മാത്രം ഒരു സോങ്, അങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലാലേട്ടൻ്റെ ഇൻട്രോയ്ക്ക് തൊട്ട് മുമ്പാണ് ഒരു സംഭവം, ഇങ്ങനെ ഒരു ഡയലോഗ് വരുന്നുണ്ട്, അവനും അണ്ണനും കൂടെ ഉള്ളൊരു സമയം അതൊരു വല്ലാത്തൊരു കാലമായിരുന്നു എന്ന് പറഞ്ഞ്. അതിനർത്ഥം അണ്ണനും അവനും, അതായത് ദിലീപേട്ടനും ലാലേട്ടനും ഇപ്പം ഒന്നിച്ചല്ല എന്നുള്ളൊരർത്ഥമാണ്. പുള്ളിയോട് അവരുടെ ഗ്യാങ്ങിലുള്ള ഒരാളുടെ അടുത്ത് വരുമ്പോൾ ആരോ ചോദിക്കുമ്പോഴാണ് അവർ ഈ ഒരു സ്റ്റോറി പറയുന്നതായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പം ലാലേട്ടന് ശരിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അല്ലെങ്കിൽ ലാലേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ദിലീപേട്ടനാണെങ്കിൽ ലാലേട്ടന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമാണോ ഈ ഒരു സംഭവം എന്ന് നമുക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ ഈ ഒരു പടത്തിൽ ചെയ്തിരിക്കുന്ന ക്യാമിയോ ചെറിയൊരു സാധനമല്ല, എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണ്. എങ്കിലും ലാലേട്ടന് വേണ്ടിയാണോ ദിലീപേട്ടൻ റിവെഞ്ച് എടുക്കുന്നതെന്നുള്ളൊരു ഡൗട്ട് ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബുള്ളറ്റിൽ പോകുന്നു, ഇവരുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളും കാണിക്കുന്ന, പിന്നെ ഇവർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന സീൻസ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇവർ ബുള്ളറ്റിൽ പോകുന്ന സീനിൽ നിങ്ങൾ ബുള്ളറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ ബുള്ളറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ തന്നെ പിൻഗാമി പോലുള്ള സിനിമകളിലാണെങ്കിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ബുള്ളറ്റാണ്. ആ ഒരു നമ്പർ പ്ലേറ്റ്, ആ ബുള്ളറ്റിൻ്റെ ആ ഒരു സ്റ്റൈലും പക്ക വിൻറ്റേജ് സാധനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അത് ഒരു നല്ല രീതിക്ക് പൊന്നുപോലെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് പുതിയതുപോലെ ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവർ വണ്ടിയിൽ പോകുന്ന സീനാണെങ്കിലും ഒരു സിമെൻറ്റ് മില്ല് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോയിട്ട് തിരിഞ്ഞ് നോക്കുന്ന ഒരു സാധനമുണ്ട്. കറക്റ്റ് ഹരികൃഷ്ണൻസിനകത്ത് മമ്മൂക്ക ലാലേട്ടൻ നടന്നിട്ട് തിരിഞ്ഞ് നോക്കുന്ന ഒരു സീൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവരത് അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ചാണ് സിമെൻറ്റ് മില്ല്. ഈ ഒരു സിമെൻറ്റ് മില്ലും ഇവിടെ തമ്മിലൊരു സംഭവമുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ വന്ന ആ ഒരു ഡാൻസ് പോലെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അവിടെ ആണെങ്കിൽ കുറേ ആൾക്കാരാണെങ്കിൽ സിമെൻറ്റ് പോലത്തെ ചാക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ സിമെൻറ്റ് പോലത്തെ ചാക്കിനകത്ത് എഴുതിയിട്ടുണ്ട് ഗില്ലി സിമെൻറ്റ് എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ സീൻസ് കാണിക്കുന്നിടത്തൊക്കെ ആണെങ്കിലും ഗില്ലി യൂണിവേഴ്സ് എന്ന് ഇവർ ആ ഡാൻസ് കളിക്കുന്നൊക്കെ സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആണെങ്കിൽ ലാലേട്ടനാണെങ്കിൽ മതിയാന്ന് ചോദിക്കുന്ന പോലത്തെ ആ ഒരു സംഭവമാണെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗില്ലി യൂണിവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവർ ഡാൻസ് കളിക്കുന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ, ലാലേട്ടനും ദിലീപേട്ടനും കൂടെ സ്റ്റെപ്പ് കളിക്കുന്നത്, അവരുടെ സെൻട്രലായിട്ട് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റെഡ് കളർ അവിടെ കാണാം, ഗില്ലി യൂണിവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന റെഡ് കളർ. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഗ്യാങ് ഹൗസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഇതിനു മുമ്പ് വന്നൊരു സംഭവമാണ് ലിയോയുടെ പോലത്തെ സെറ്റ് ഇട്ടിരിക്കുന്നു, ലിയോ ഫാക്ടറി പോലൊരു സാധനം ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോഹൻലാൽ ഒരു കടുത്ത ഒരു വിജയാരാധകനായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ദിലീപും കൂടെ. പിന്നെ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇവർക്ക് ഗില്ലി എന്ന് പറഞ്ഞ ഒരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരുമാണ്. മോഹൻലാൽ ഒരു മെക്കാനിക്കും, അല്ലെങ്കിൽ മോഹൻലാൽ ഒരു ഇതുപോലെ മെക്കാനിക്ക് പോലത്തെ സംഭവം, അല്ലെങ്കിൽ ഒരു ഈ സിമെൻറ്റ് ഫാക്ടറി സിമെൻറ്റ് മില്ലിൻ്റെയൊക്കെ ഓണറായിട്ടുള്ള ഒരാളോ ആകാൻ ഭയങ്കര സാധ്യതയുണ്ട്. കാരണം ഗില്ലി സിമെൻറ്റ് എല്ലാത്തിനും ഒരു ഗില്ലി വെച്ചിട്ടുണ്ട്, ഒരു ഗില്ലി ഒരു
സംഭവം അവർ വെച്ചിട്ടുണ്ട്. ഗില്ലി യൂണിവേഴ്സ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഗില്ലി സിമെൻറ്റ് ഉള്ള ഒരു സ്ഥലവും, അങ്ങനെ ഉള്ള സംഭവമുണ്ട്. പിന്നെ വണ്ടി, ഗില്ലിയിലെ ജിപ്സിയാണ് ദിലീപേട്ടനാണ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലും, അതേപോലെ തന്നെ മോഹൻലാലായിട്ട് അവർ രണ്ടുപേരും വണ്ടി പോകുമ്പോൾ ഓടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകുന്നതും ഈ ഒരു ഗില്ലിയിലെ ജിപ്സിയിലാണ് പോകുന്നത്. സെയിം നമ്പർ പ്ലേറ്റും എല്ലാം സെയിം. പിന്നെ എനിക്കൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്യാരക്ടറിന് ഈ വണ്ടിയോട് ഭയങ്കരമായിട്ടൊരു ഭ്രമമുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് സിനിമയ്ക്കകത്ത് വന്ന വണ്ടികൾ ഒക്കെ എടുക്കുന്ന ഒരു ക്യാരക്ടറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇഷ്ടം പോലെ വണ്ടികൾ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. ദിലീപേട്ടൻ തന്നെ ആണെങ്കിൽ കുറേ വണ്ടി എടുത്തുകൊണ്ട് വരുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ ദിലീപേട്ടൻ ഒരു കിടിലൻ ഡ്രൈവറാണെന്നുള്ള കാര്യത്തിലും ഈ ഒരു പടത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം പോലീസുകാരൊക്കെ എത്ര നോക്കിയിട്ട് വണ്ടി ഇങ്ങേറെ കയ്യിലുണ്ട്, ഇങ്ങേരെ തൊടാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്കാണ് പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പം പുള്ളിക്കാരൻ ഒരു കിടിലൻ ഡ്രൈവർ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ലാലേട്ടൻ ലാസ്റ്റ് ഇത് മതിയാന്ന് ചോദിക്കുന്നത് ചിലപ്പം ഒരു സോങ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടോ ഒരാളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നവനായിരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഗില്ലി റെഫറൻസ് പോലെ ആ ഒരു പാട്ട് പാടുന്നത് ഒരു പക്ക വിജയ് റെഫറൻസുമാണ്. പിന്നെ ഈ ഒരു സിനിമയിൽ നല്ലൊരു വിജയ് റെഫറൻസുകളൊക്കെ ഭയങ്കരമായിട്ട് കാണാൻ സാധ്യതയുണ്ട്. കാരണം മൊത്തത്തിലൊരു റെഫറൻസുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു സിനിമ. എന്തായാലും ഈ ഒരു സിനിമയുടെ എൻ്റെ ഡീകോഡിങ് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്കിത് കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും വരാൻ പോകുന്നത് ഒരു കിട്ടിലൻ ഐറ്റമാണ്. മോഹൻലാൽ ദിലീപ് ഇവരുടെ കോമ്പിനേഷനിൽ വരുന്നൊരു മസാല സാധനം തന്നെ ആയിരിക്കും. പിന്നെ ലോജിക്കും കുന്തമൊക്കെ ഇതിന് നോക്കി പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പോയിട്ട് കാര്യമില്ല. അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ലോജിക്കൊന്നും നോക്കി പോകേണ്ട പടമല്ലെന്ന്. അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒന്ന് അടിച്ചുപൊളിയായിട്ടുള്ള സാധനം കാണാൻ വേണ്ടി പോകുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ എന്തെങ്കിലും പറ്റിക്കണം, പുള്ളി അതിന് റിവെഞ്ച് എടുക്കുന്നതായിരിക്കും ദിലീപേട്ടൻ. പക്ഷേ വേറൊരു സംഭവമുണ്ട്, ഇതിനകത്ത് ഇടയ്ക്ക് ദിലീപേട്ടനെ പിടിക്കുന്നൊരു സീൻ കാണിക്കുന്നുണ്ട്, കയറി ഇങ്ങനെ പുള്ളിയെ കെട്ടിയിട്ടേക്കുന്നത്. അപ്പം അതേപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പിള്ളേരിങ്ങനെ ചൂണ്ടിക്കാണാം, ഇതാ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ്റെ ഇൻട്രോ പോലാണ്. ശരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിക്കും അങ്ങനെ ദിലീപനെ പിടിച്ചതിന് ശേഷം ലാലേട്ടൻ പുറത്ത് വരുന്ന പോലെ ഒരു ലാലേട്ടൻ ഒന്ന് തിരിച്ചു വരുന്ന ഒരു സാധനം കാണിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പടത്തിൽ ഒരു ഫൈറ്റ് സിംഗിൾ ഷോട്ടിൽ എടുത്തൊരു ഫൈറ്റാണ്. ആ ഒരു ഫൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട ലാസ്റ്റ് ഫൈറ്റാണ്. ലാസ്റ്റ് ഫൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ എണ്ണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മുടെ ലോജിക്ക് ഇത് നോക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഞാൻ പറയുകയാണ്, ദിലീപേട്ടനാണെങ്കിൽ ഒറ്റയ്ക്കാണ് ഇത്രയും പോലീസുകാരെ അടിച്ചിടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഫൈറ്റിൽ ലാലേട്ടനും കൂടെ കാണാൻ സാധ്യത കൂടുതലാണ്. കാരണം ലാലേട്ടനും ദിലീപേട്ടനോടുള്ള ഒരു ഫൈറ്റ് ഈ പടത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ക്ലൈമാക്സിലാണെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തായാലും ഈ ഒരു പടം കിടിലമായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.